ശ്രീ വി പി ശ്രീപത്മനാഭൻ, ഇവിടെ ഒരു വലിയ പ്രശ്നം താങ്കൾ ചോദിച്ചു. മാച്ചുവ കമ്മ്യൂണിറ്റിക്ക് അവിടെ പശ്ചിമ ബംഗാളിൽ വലിയ സന്തോഷമായില്ല. ശരിയാണ്, 30 ലക്ഷം വരുന്ന ആളുകളുണ്ട് അവിടെ. രാജ് ബൻഹി വിഭാഗക്കാരുണ്ട്. അങ്ങനെ ഒരു 30, 35, 40 ലക്ഷം ആളുകൾക്ക് പുതുതായി പൗരത്വം കിട്ടുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല, അവർക്ക് നല്ലത് തന്നെ പൗരത്വം കൊടുക്കുന്നതിൽ. പക്ഷേ മതത്തിന്റെ പേരിൽ, മതം എന്ന ഒരു ഒറ്റ ഫാക്ടറിന്റെ പേരിൽ അവരെ പോലെ തന്നെ ബംഗ്ലാദേശിൽ നിന്ന് ഇന്ത്യയിലേക്ക് വന്ന ആളുകൾ പൗരന്മാരല്ലാതാവുന്നു, അല്ലെങ്കിൽ അവർക്ക് പൗരത്വം കിട്ടാതെ വരുന്നു. അവരെ എന്ത് ചെയ്യും? അവരെ ഡിറ്റൻഷൻ ക്യാമ്പുകളിൽ അടച്ച് അതല്ലെങ്കിൽ അവരെ ഡിപ്പോർട്ട് ചെയ്യുന്നത് വരെ എങ്ങനെ ഈ രാജ്യത്ത് തുടരാൻ അനുവദിക്കുന്നു? ഇങ്ങനെയൊക്കെയുള്ള ഗൗരവപൂർണ്ണമായ പ്രശ്നമുണ്ട്. അത് ആഗോളതലത്തിൽ തന്നെ വലിയ മനുഷ്യാവകാശ പ്രശ്നമായി മാറും. ഇപ്പോൾ തന്നെ UN-ഉം US-ഉം അടക്കമുള്ള സംവിധാനങ്ങൾ, US ഒരു രാജ്യമാണ്, യൂറോപ്യൻ രാജ്യങ്ങൾ, UN പോലെയുള്ള സംഘടനകളൊക്കെ ഇന്ത്യയിലെ സിറ്റുവേഷനിൽ ആശങ്ക പ്രകടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ സംഭവിക്കുക എന്താണെന്ന് പറഞ്ഞാൽ, ഒരാളുടെ റിലീജിയസ് ഐഡന്റിറ്റിയുടെ പേരിൽ അയാൾ ഡിസ്ക്രിമിനേറ്റ് ചെയ്യപ്പെടുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14, 15 ഒക്കെ നമുക്ക് ഈ വിഷയത്തിൽ തന്നെ ഒരുപാട് ചർച്ചയ്ക്ക് വിധേയമാക്കിയതാണല്ലോ. അങ്ങനെയുള്ള ഒരു സാഹചര്യം, അസുഖകരമായ ഒരു സാഹചര്യം, ഡിവിഷന്റെ സാഹചര്യം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപ് ഈ രാജ്യത്ത് എന്തിനുണ്ടാക്കുന്നു എന്നുള്ളതാണ് ഇതിലെ മൗലികമായ ചോദ്യം. അഭിലാഷേ, കോൺഗ്രസ്സുകാരോടൊന്ന് പറഞ്ഞു കൊടുക്കണം, നൗഷാദ് അലിയോട്. ഇത് ഇന്റർനെറ്റ് യുഗമാണ്, വിരൽ തുമ്പിലാണ് വിവരങ്ങൾ. അതുകൊണ്ട് ഈ ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം വായ തുറക്കുന്ന ഈ സ്വഭാവം കോൺഗ്രസ്സുകാർ അവസാനിപ്പിക്കണമെന്ന് അഭിലാഷ് പറഞ്ഞു കൊടുക്കണം. ഞാൻ പറഞ്ഞാൽ അവർ കേൾക്കൂല. എന്താ നൗഷാദ് അലി പറഞ്ഞത്? NRC. അഭിലാഷ്, NRC എന്ന വാക്ക് ഇന്ത്യയിൽ ആദ്യമായി ഉപയോഗിച്ചത് എതിലറിയോ? രാജീവ് ഗാന്ധിയും ആസാം ഗണപരിഷത്തും കൂടി ഒപ്പിട്ട ആസാം അക്കോർഡിൽ 1984 പ്രഫുല്ല ചന്ദ്ര മഹന്തയും ബ്രിജു കുമാർ പുക്കനും AGPക്ക് വേണ്ടിയും രാജീവ് ഗാന്ധി ഇന്ത്യ ഗവൺമെൻറ്റിനും വേണ്ടി ഒപ്പിട്ട ആസാം അക്കോർഡിലാണ് NRC വിൽ ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ആസാം. അത് പിന്നീട് വാഗ്ദാനം ലംഘിച്ചു. ആരൊക്കെ ലംഘിച്ചു? കോൺഗ്രസ് ലംഘിച്ചു. അധികാരത്തിൽ 2 തവണ മുഖ്യമന്ത്രിയായ പ്രഫുല്ല ചന്ദ്ര മഹന്ത ലംഘിച്ചു. ബിജുകുമാർ പുക്കൻ ആഭ്യന്തരമന്ത്രിയായിരുന്നു, അവർ ലംഘിച്ചു. അവസാനം ആ പാർട്ടികൾ പിളർന്നു. അവിടുന്ന് ആളുകൾ ഞങ്ങളെ കൂടെ വന്നു, ഞങ്ങൾ ഇന്ന് അധികാരത്തിലാണ്. അങ്ങനെ പിണങ്ങിപ്പോയ സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ള BJPയുടെ മുഖ്യമന്ത്രിയായിരുന്ന സർബാനന്ദ് സോനോവാൾ ഉൾപ്പെടെയുള്ളവർ ആസാം അക്കോർഡ് പ്രകാരമുള്ള വാഗ്ദാനം, ഉറപ്പ്, ആസാമിന്റെ പ്രശ്നം പരിഹരിക്കാൻ നടപ്പിലാക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി അതെ, പറഞ്ഞു തരാം. സുപ്രീം കോടതിയുടെ ജഡ്ജ്മെന്റാണ്, ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ജഡ്ജ്മെന്റാണ് NRC നടപ്പിലാക്കണം. It was the promise given by the government of India to the people of Assam as per Assam Accord signed between Rajiv Gandhi and the student leaders. കലാശാലയിൽ നിന്നും കോളേജിൽ നിന്നും മുഖ്യമന്ത്രിയായ ആളാണ് പ്രഫുല്ല കുമാർ മഹന്ത. നേരെ സമരം ചെയ്യാൻ പോയി, പിന്നെ നേരെ 32ാമത്തെ വയസ്സിൽ മുഖ്യമന്ത്രിയായി, 30ാം വയസ്സിൽ ബിജുകുമാർ പുക്കൻ ആഭ്യന്തരമന്ത്രിയുമായി. അത് നടപ്പിലാക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ NRC നടപ്പിലാക്കുന്നത്. 1. 2. NPR 2011 ചിദംബരം കൊണ്ടുവന്നത്. ആദ്യത്തെ NPR കാർഡ് കൊടുത്തത് പ്രതിഭ പാട്ടീലിന്. നിങ്ങൾ കൊണ്ടുവന്നു. 2001 വരെ സെൻസസ് ഉണ്ടായിരുന്നത്, ഇനി സെൻസസ് വേണ്ട, നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ മതി എന്ന് ആഭ്യന്തരമന്ത്രിയായ ചിദംബരം കൊണ്ടുവന്നത്. ഇനി കോൺസെൻട്രേഷൻ ക്യാമ്പ് എന്ന് നിങ്ങൾ വിളിക്കുന്ന ഡിറ്റൻഷൻ ക്യാമ്പ് ആദ്യമായി ഇന്ത്യയിൽ കൊണ്ടുവന്നത് UPA സർക്കാർ. മുല്ലപ്പള്ളി രാമചന്ദ്രനോട് പോയി ചോദിക്ക്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ ലോകസഭയിൽ കൊടുത്ത ഉത്തരം വായിച്ചു തരാം. ആസാമിൽ ആരംഭിച്ച ഡിറ്റൻഷൻ സെന്ററിനെ പറ്റി. കേരളത്തിൽ ഇതാ കൊട്ടിയത്ത്, കൊല്ലത്ത് പിണറായി വിജയൻ ഗവൺമെന്റ് കേന്ദ്രത്തോട് 2 കൈയും നീട്ടി പൈസ വാങ്ങി ആരംഭിച്ച ഡിറ്റൻഷൻ സെന്റർ. ഉടുപ്പിയിൽ സിദ്ധരാമയ്യ 2017 ആരംഭിച്ച ഡിറ്റൻഷൻ സെന്റർ. പൗരത്വവുമായും പൗരത്വ നിയമവുമായും ബന്ധപ്പെടുന്നത് വലിയ തോതിൽ മിസ്ഇൻഫർമേഷനോ ഡിസ്ഇൻഫർമേഷനോ ഒക്കെയാണ്. കേരളത്തിൽ ഇപ്പോൾ കൊട്ടിയത്ത് വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന ട്രാൻസിറ്റ് സെന്റർ എങ്ങനെയാണ് ഉണ്ടായത്? എന്താണ് അതിന്റെ പർപ്പസ്? ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്ത് മതിയായ യാത്രാരേഖകൾ ഇല്ലാതെ വരുന്ന വിദേശികളെ എന്ത് ചെയ്യണം?
നമ്മുടെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്ത് മതിയായ യാത്രാരേഖകൾ ഇല്ലാതെ വരുന്ന ആളുകളെ ഡീപ്പോർട്ട് ചെയ്യുന്നത് വരെ താമസിപ്പിക്കാനുള്ള ഹോം അവിടെ ഇപ്പൊ താമസിക്കുന്നത് 3 നൈജീരിയക്കാരും ഒരു ബുർക്കിന ഫാസക്കാരനും ഒരു നൈജീരിയൻ സ്വദേശി തന്നെ കോടതിയിൽ പോയി അതിന്റെ അടിസ്ഥാനത്തിൽ വന്ന ഒരു ട്രാൻസിറ്റ് സെന്റർ ആണ്. ഇതൊക്കെ കോൺസെൻട്രേഷൻ ക്യാമ്പാണ്, അല്ലെങ്കിൽ ഇവിടെയൊക്കെ പൗരന്മാരെ കൊണ്ടിടാൻ പോവാണ്. തെറ്റിദ്ധാരണ പരത്താനാണ്. അഭിലാഷ് വെള്ളവരിക്കണ്ട കള്ളം പറയരുത് ആളുകളോട്, അത്രേ ഉള്ളൂ. ഡിറ്റൻഷൻ സെന്ററും ഞാൻ പറയട്ടെ പറയൂ പറയാൻ സമ്മതിക്കാത്ത കോൺഗ്രസ്സുകാരൻ പ്രസംഗിച്ചപ്പോ മിണ്ടാതിരുന്നല്ലോ. അല്ല പറയൂ, വസ്തുത പറയണോ? ഞാൻ പറയട്ടെ, മംഗലാപുരത്തെ ഡിറ്റൻഷൻ ഞാൻ പറയട്ടെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ എന്ന ആഭ്യന്തര സഹമന്ത്രി ലോകസഭയിൽ ചോദ്യത്തിന് ഉത്തരമായി പറഞ്ഞു, വി ഹാവ് സ്റ്റാർട്ടഡ് a detention center in India's different states including Assam. Those who have come to this country as illegal immigrants without valid documents will be taken into the camp. ആസാമിലുണ്ട്, മംഗലാപുരത്തുണ്ട്, കാണണോ? കാണിച്ചര. ഇതൊക്കെ ഒരേ നിയമ. ഇത് UPA സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതാ ഈ ഡിറ്റൻഷൻ സെന്റർ. ഞങ്ങളല്ല തുടങ്ങിയത്, ഞങ്ങളിത് കണ്ടിന്യൂ ചെയ്തു. ഇന്ത്യയിൽ ഏതെങ്കിലും രാജ്യത്ത് നിന്ന്, ബംഗ്ലാദേശും പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ബർമയും മാത്രമല്ല, ഏതെങ്കിലും രാജ്യത്തിൽ നിന്ന്, യൂറോപ്പ് ആവാം, അമേരിക്കയാവാം, കൃത്യമായ രേഖയില്ലാതെ അനധികൃതമായി പ്രവേശിക്കുന്നവരെ പിടിച്ചുകൊണ്ട് താമസിപ്പിച്ച് ഘട്ടം ഘട്ടമായി ഡീപ്പോർട്ട് ചെയ്യാനുള്ളതാണ് ഡിറ്റൻഷൻ സെന്റർ. അത് മുസ്ലിങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ബംഗ്ലാദേശികൾക്ക് വേണ്ടി മാത്രമുള്ളതല്ല. സ്വാഭാവികമായും കേരളത്തിൽ അധികവും ഈ ആഫ്രിക്കയിൽ നിന്ന് വരുന്നവരും യൂറോപ്പിൽ നിന്ന് വരുന്നവരും ടൂറിസ്റ്റായി വന്നിട്ട് പിന്നെ ഇവിടെ മിങ്കിളാവുന്നവരാ. ആസാമിലും ബംഗാളിലൊക്കെ ബംഗ്ലാദേശികളായിരിക്കും. മറ്റു പല സംസ്ഥാനങ്ങളിൽ അഫ്ഗാനികളും പാകിസ്ഥാനികളുമായിരിക്കും. ബോംബെ പോലുള്ള സ്ഥലങ്ങളിൽ ഗൾഫിൽ നിന്ന് വരുന്നവർ, ആഫ്രിക്കയിൽ നിന്ന് വരുന്നവർ, യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നൊക്കെ വരുന്നവരായിരിക്കും. ഓരോ സ്ഥലത്തും ഓരോ വിഭാഗം ആളുകളാണ്. തമിഴ്നാട്ടിൽ ശ്രീലങ്കക്കാരായിരിക്കും. അത് ഓരോ സ്ഥലത്തും ഓരോ ആൾക്കാരായിരിക്കും. ഇത് UPA സർക്കാർ ആരംഭിച്ചതാ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ അഡ്മിറ്റ് ചെയ്തതാ ലോക്സഭയിൽ. അറിയില്ലെങ്കിൽ നൗഷാദ് അലി വിളിച്ച് ചോദിക്കുക അയാളോട്, എളുപ്പമുണ്ടല്ലോ. അതുകൊണ്ട് ഈ വായ തുറക്കുന്നത് ഭക്ഷണം കഴിക്കാനും നുണ പറയാനും മാത്രം ആവരുത് കോൺഗ്രസ്സുകാർ. അത് ഇന്റർനെറ്റ് യുഗ കേട്ടോ, ഇന്റർനെറ്റ് യുഗ. എന്തേലും വിളിച്ചു പറഞ്ഞാൽ ആൾക്കാർ പുച്ഛിക്കും. ഇവിടെ നോക്കിയാൽ അവർക്ക്